ഹലോ, വെൽക്കം ബാക്ക് ടു DAY ഫിറ്റ്നസ്. അപ്പോൾ നമ്മുടെ ഹോം വർക്കൗട്ട് സീരീസിലെ രണ്ടാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈസെപ്സ് എക്സസൈസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചെസ്റ്റ് വർക്കൗട്ടുകൾ വീട്ടിൽ നമുക്ക് നമ്മുടെ സ്വന്തം ബോഡി വെയ്റ്റും ഡംബലും യൂസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാമെന്നൊരു വീഡിയോ ഞാൻ ആദ്യമേ ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടിട്ടില്ലെങ്കിൽ അത് കാണുക. പിന്നെ ഇന്ന് നമുക്ക് നമ്മുടെ ട്രൈസെപ്സ് വർക്കൗട്ട്, അതായത് ഡംബൽ ഉള്ളവർക്ക് ഡംബൽ യൂസ് ചെയ്തും ഡംബൽ ഇല്ലാത്തവർക്ക് സ്വന്തം ബോഡി വെയ്റ്റ് യൂസ് ചെയ്തും ട്രൈസെപ്സിന് എങ്ങനെ വർക്കൗട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം ട്രൈസെപ്സിനുള്ള ബോഡി വെയ്റ്റ് എക്സസൈസ് ഒരെണ്ണം നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഡയമണ്ട് പുഷപ്പാണ്. ഡയമണ്ട് പുഷപ്പ് എടുക്കുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കൈ ഇങ്ങനെ ഡയമണ്ട് രീതിയിൽ പിടിക്കുക. ഞാനിപ്പം ചെയ്ത് കാണിക്കാം, ശ്രദ്ധിക്കുക. ഇങ്ങനെ ഡയമണ്ട് രീതി കൈ വെക്കുക, പുഷപ്പ് എടുക്കുന്ന സ്റ്റാൻസിൽ തന്നെ നിൽക്കുക, ഇങ്ങനെ എടുക്കുക. ഇതിപ്പോൾ ഒരു 10 വെച്ച് 4 സെറ്റ് എടുക്കാൻ പറ്റുന്നവരെടുക്കുക. ഇത് ട്രൈസെപ്സിന് നല്ലൊരു വർക്കൗട്ടാണ്. അപ്പോൾ ഡയമണ്ട് പുഷപ്പ് എടുക്കാൻ പാടുള്ളവർക്ക്, അതായത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് ഡയമണ്ട് പുഷപ്പ് എടുക്കാൻ കുറച്ച് പാടായിരിക്കും. അപ്പോൾ അവർക്ക് സ്ട്രെങ്ത് കൂട്ടാനും പിന്നെ ട്രൈസെപ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ട് നമ്മൾ കുറച്ച് ക്ലോസ് ഗ്രിപ്പ് പുഷപ്പ് എടുത്താലും മതി. അതാകുമ്പോൾ നമ്മൾ കുറച്ച് ക്ലോസ് ആയിട്ട് കൈ പിടിക്കുക, എന്നിട്ട് പുഷപ്പ് എടുക്കുക. അടുത്ത നമുക്ക് ഡംബൽ ചെയ്യാനുള്ള ഒരു വർക്കൗട്ട് നോക്കാം. ഡംബൽ ക്ലോസ് ഗ്രിപ്പ് പ്രസ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഡംബൽ ചെസ്റ്റിനോട് ക്ലോസ് ആയിട്ട് പിടിച്ചുകൊണ്ട് കിടക്കുക. എന്നിട്ട് എടുക്കുമ്പം ഈ 2 ഡംബലും ചേർത്ത് പിടിക്കുക, ചേർത്ത് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ട്രൈസെപ്സ് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഡംബൽ വെച്ച് ചെയ്യാവുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള അടുത്തൊരു എക്സസൈസ് ആണ് ഓവർഹെഡ് ഡംബൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ. അപ്പോൾ നമുക്ക് സിംഗിൾ ആമും ചെയ്യാം, ഡബിൾ ആമും ചെയ്യാം. അപ്പോൾ വെയിറ്റ് കുറവുള്ള ഡംബലാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു ഡംബലാണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ തലയുടെ മുകളിൽ കൊണ്ടുവന്ന് നമുക്കിങ്ങനെ സിംഗിൾ ആം ഇതുപോലെ എക്സ്റ്റൻഷൻ ചെയ്യാം. ഇപ്പോൾ വെയിറ്റ് കുറവുള്ള ഡംബലാണെങ്കിൽ സിംഗിൾ ആം ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ എഫക്റ്റീവ്. അതേസമയം വെയിറ്റ് ഉള്ള ഒരു ഡംബൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഓവർ എക്സ്റ്റൻഷൻ നമുക്ക് വെയിറ്റ് ഉള്ള ഡംബൽ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡയമണ്ട് പുഷപ്പിന് പിടിക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ കൈ പിടിച്ചിട്ട് ഡംബൽ ഇതിനകത്തേക്ക് വരണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു പൊസിഷനിൽ നിന്നേക്ക് ഷോൾഡർ ഒരുപാട് പുറകോട്ട് പോകാൻ ശ്രദ്ധിക്കണം, കാരണം ഷോൾഡർ ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു തലയുടെ ഒരു ലെവലിൽ പിടിച്ചിട്ട് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ഇങ്ങനെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാൻ ഡംബലിൽ കാണിച്ചു തരാം. ഇതുപോലെ ഡംബൽ എടുക്കുക, ഓവർ ഹെഡ് കൊണ്ടുവരിക, എന്നിട്ട് ഇങ്ങനെയാണ് ട്രൈസെപ്പ് എക്സ്റ്റൻഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് മാക്സിമം ആ ഒരു റേഞ്ച് ഓഫ് മോഷൻ മാക്സിമം കിട്ടാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം നമുക്ക് ശരിക്കും മസിൽ ഗ്രോത്ത് ഉണ്ടാകുന്നു. അപ്പോൾ അടുത്ത നമ്മുടെ ഡംബൽ എക്സസൈസ് ആണ് സ്കൾ ക്രഷേഴ്സ്. അപ്പോൾ അത് ബാറിൽ ചെയ്യാം. ബാറിൽ വീട്ടിലില്ലാത്ത നമ്മളിപ്പോൾ ഡംബലിൻ്റെ വർക്കൗട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഇതുപോലെ ബെഞ്ചിൽ കിടക്കുക. അപ്പം തലേതുപോലെ അടുത്തേക്ക് വരുന്നത്, കാരണം നമുക്ക് കൈ ഒഴിച്ച് ബാക്കിലേക്ക് പോകേണ്ടതുണ്ട്. എന്നിട്ട് സ്കൾ ക്രഷേഴ്സ് നോർമലി എങ്ങനെ ചെയ്യുന്നത് ചോദിച്ചാൽ, കൈ ഇതുപോലെ നേരെ പിടിച്ചിട്ട് നമ്മുടെ ഈ തലയുടെ നേരെ താഴ്ന്നു വരുന്നത്, ഇത്രയും താഴ്ന്നു വരുന്ന പോലെയാണ് സ്കൾ ക്രഷേഴ്സ് ചെയ്യുന്നത്. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റീവ് ആകാൻ വേണ്ടി ഇത് ശരിക്കും ഒരു ന്യൂട്രൽ പൊസിഷനാണ്. നമ്മൾ കൈ ഒരു കുറച്ച്, അതായത് സ്റ്റാർട്ടിങ് പൊസിഷൻ ഇങ്ങനെ ഒരു കുറച്ച് ചേരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് കൈ പിടിക്കണമെങ്കിൽ തന്നെ നല്ല എഫോർട്ട് ആവശ്യമാണ്. എന്നിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഈ സ്കൾ ക്രഷർ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എപ്പോഴും ഒരു കോൺസ്റ്റന്റ് ടെൻഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ നമുക്ക് സ്കൾ ക്രഷർ ചെയ്യുന്ന അത്രയും വെയിറ്റ് ചിലപ്പോൾ ഇതിലെടുക്കാൻ പറ്റിയെന്ന് വരുന്നില്ല. പക്ഷേ നമ്മൾ ആ ഫുൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ടെൻഷൻ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഈ ഒരു പൊസിഷനിലേക്ക് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു റേഞ്ച് തൊട്ട് ഈ ഒരു റേഞ്ചിലേക്ക് മാറുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും ഒരു ന്യൂട്രൽ പൊസിഷനാണ്. അത് നമുക്ക് അധികം മസിൽ ഗ്രോത്ത് ഉണ്ടാകത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ടിൽറ്റഡ് ആയിട്ട് ഈ ഒരു പൊസിഷനെ പിടിച്ചിട്ട് സ്കൾ ക്രഷേഴ്സ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ എഫക്റ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ഒരു മുകളിൽ വരുന്ന സമയത്ത് ഇവിടെ ചെറുതായിട്ട് റൊട്ടേഷൻ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ആ ട്രൈസെപ്പ് മസിൽസ് ഒന്ന് സ്ക്വീസ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ സ്കൾ ക്രഷേഴ്സിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് വർക്കൗട്ടാണ് പ്രൈയിങ് മാൻറ്റിസ് പുഷപ്പ്. അപ്പം ഡംബൽ ഇല്ലാത്തവർക്ക് നമുക്ക് ഈ പുഷപ്പ് വേരിയേഷൻ ട്രൈ ചെയ്താൽ മതി. ഇപ്പോൾ നോർമലി എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, നമ്മൾ ക്ലോസ് ഗ്രിപ്പ് പുഷപ്പ് എടുക്കുന്ന പോലെ കൈ കുറച്ച് ക്ലോസ് ആയിട്ട് വെക്കുക, എന്നിട്ട് പുഷപ്പ് പൊസിഷൻ നിൽക്കുക. എന്നിട്ട് നമ്മൾ പുഷപ്പ് എടുക്കുകയല്ല ചെയ്യുന്നത്, ശരിക്കും ഈ ഫോറാം ഈ മുട്ട് ചെന്ന് താഴെ തട്ടുന്ന പോലെ ഇങ്ങനെ പുഷപ്പ് എടുക്കുക ചെയ്യുന്നത്. ഇത് ചെയ്യുമ്പോൾ ശരിക്കും ട്രൈസെപ്സ് ആണ് ആക്ടിവേഷൻ കിട്ടുന്നത്. ഇത് കുറച്ച് ഡിഫിക്കൽട്ട് എക്സസൈസ് ആണ്. നമുക്ക് ഈ കൈയുടെ പൊസിഷൻ മുമ്പോട്ടോ ബാക്കിലേക്ക് ചെറുതായിട്ട് വേരിയേറ്റ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ കുറയ്ക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും നല്ലൊരു ഗ്രൗണ്ട് വർക്കൗട്ടാണ്. അപ്പോൾ നമ്മുടെ അടുത്ത എക്സസൈസ് ഡംബൽ കിക്ക് ബാക്സ് ആണ്. അപ്പോൾ കിക്ക് ബാക്സ് നമുക്ക് നിന്നുകൊണ്ട് ചെയ്യാം, ബെഞ്ച് ഉണ്ടെങ്കിൽ ബെഞ്ചായാലും ചെയ്യാം. നിന്നുകൊണ്ട് ചെയ്യുന്ന ഇതിങ്ങനെയാണ്. പക്ഷെ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ എന്താ ഒരു പ്രശ്നം വെച്ചാൽ, നമ്മളിങ്ങനെ ഡംബൽ ഇങ്ങനെ കൂടുതലും ആട്ടി വിടാൻ ചാൻസ് ഉണ്ട്, വെയിറ്റ് കൂടിയ ഡംബലൊക്കെ ആകുമ്പോൾ. അപ്പം ബെഞ്ചിൽ ചെയ്യുന്നതിൻ്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാൽ,
വലിയ വെയിറ്റ് ഇല്ലാത്ത ഡമ്പലാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കൈ എക്സ്റ്റെൻഡ് ചെയ്യുകയും നന്നായിട്ട് ട്രൈസെപ്സ് ആക്ടിവേറ്റ് ചെയ്യുകയും ചെയ്യാൻ പറ്റും. അപ്പം ബെഞ്ചിൽ നിൽക്കുമ്പോൾ ബാക്ക് നമ്മൾ കറക്റ്റ് സ്ട്രൈറ്റ് ആയിട്ട് വെക്കുക, കൈ ചേർത്ത് ഈ ഒരു ആംഗിൾ വെക്കുക, എന്നിട്ട് ഫുള്ളി എക്സ്റ്റെൻഡ് ചെയ്യുക. നമ്മുടെ ലാസ്റ്റ് ട്രൈസെപ്സ് ബോഡി വെയിറ്റ് എക്സസൈസ് എന്ന് പറയുന്നത് ഡിപ്സ് ആണ്. അപ്പോൾ ഡിപ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് അനുസരിച്ച് കാല് ചെറുതായിട്ട് ബെൻഡ് ചെയ്തോ അല്ലെങ്കിൽ നേരെ വെക്കാം. പക്ഷേ നമ്മൾ ഡിപ്സ് എടുക്കുമ്പോൾ നോർമലി ഞാൻ കണ്ടിട്ടുള്ളത് കൈ എല്ലാവരും ഇങ്ങനെ വെച്ചിട്ട് ഡിപ്സ് എടുക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് ഡിപ്സ് എടുക്കുമ്പോൾ വരുമ്പോൾ അറിയാം നമ്മുടെ ഈ ഷോൾഡർ ഇത് ഇന്റേണലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ഇതുപോലെ. അപ്പം നല്ല ഷോൾഡർ മൊബിലിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഇഞ്ചുറി വരാനുള്ള ചാൻസ് ഉണ്ട് ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ. അതായത് കൈ ഇങ്ങനെ വന്നതിന് ഈ ഷോൾഡർ ഇന്റേണലി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് കൈ ഇങ്ങനെ പിടിക്കാതെ നമുക്ക് ഈ കൈ ചെറുതായിട്ട് ഔട്ട്വേർഡ് റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഡിപ്സ് എടുക്കാം. നമുക്ക് ഡിപ്സിൻ്റെ അതേ എഫക്റ്റ് കിട്ടുകയും ചെയ്യും, പക്ഷേ ഷോൾഡർ ഇന്റേണലി അധികം റൊട്ടേറ്റ് ആവത്തില്ല. കാണിച്ചു തരാം. ഇതുപോലെ ഇങ്ങനെ ഡിപ്സ് എടുക്കുക. അപ്പോൾ അത്രയും തന്നെ ഷോൾഡർ ഇന്റേണലി റൊട്ടേറ്റ് ആവില്ല. മുകളിലേക്ക് വരുമ്പോൾ നന്നായിട്ട് സ്ക്വീസ് ചെയ്യുക, താഴേക്ക് പറ്റുന്നത്രയും നന്നായിട്ട് ആ റേഞ്ച് ഓഫ് മോഷൻ പോവുക. നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് മുകളിൽ വരുമ്പോഴത്തേക്കും നന്നായിട്ട് ട്രൈസെപ്സ് കോൺസെൻട്രേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രൈസെപ്സ് ബോഡി വെയിറ്റ് എക്സസൈസ് ആണ് ഡിപ്സ്. അപ്പോൾ നമ്മൾ വർക്കൗട്ടുകൾ കഴിഞ്ഞ് വെട്ടി വേർത്ത് നിൽക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ട്രൈസെപ്സിന് നമ്മൾ ബോഡി വെയിറ്റ് വെച്ചും ഡമ്പൽ വെച്ചും ഏതൊക്കെ വർക്കൗട്ടുകൾ ചെയ്യാമെന്ന് കണ്ടു. അപ്പോൾ നിങ്ങളിതൊരു വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഓൾറെഡി നമ്മൾ വീട്ടിൽ തന്നെയുള്ള ചെസ്റ്റിൻ്റെ ബോഡി വെയിറ്റ് ഡമ്പൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇപ്പം ഇന്ന് ട്രൈസെപ്സിൻ്റെ ആയിട്ടുണ്ട്. അടുത്ത ദിവസം ബാക്കിയുള്ള ഓരോ ബോഡി പാർട്സിൻ്റെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.